ഹായ് മക്കളെ, നമ്മുടെ SSLC ഓണം എക്സാം ചോദ്യപേപ്പർ ചോർത്തി എന്നുള്ള വാർത്ത ഇപ്പം കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഏതോ ഒരു മഞ്ഞപ്പത്രമായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പം മഞ്ഞ അല്ലാന്ന് നമ്മൾ കരുതുന്ന പത്രങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് സാർ എന്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി വിദ്യാഭ്യാസ വകുപ്പിനിട്ടൊന്ന് കൊട്ടിയിട്ടുണ്ട്. ഈ അബ്ദുൾ റബ്ബ് സാറുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയത് മൂപ്പരാണ്. മൂപ്പര സമയത്ത് ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അതായത് ഗോപാലേട്ടനും പയ്യും കൂടി ഇങ്ങനെ നടന്നു വരും. പയ്യെന്ന് പറഞ്ഞാൽ പശു കേട്ടോ, നടന്നു വരുന്നു. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഒരു സ്കൂളിലെ വരാന്തയിൽ ഒരു കയറിയിരുന്നു. അവസാനം SSLC റിസൾട്ട് വന്നപ്പോൾ ഗോപാലേട്ടനും പാസ്സായിട്ടുണ്ടെന്ന് മാത്രമല്ല, പൈക്ക് എല്ലാ വിഷയത്തിലും A+ എന്നാണ്. അപ്പം ആ ലെവൽ ട്രോളൊക്കെ ഏറ്റുവാങ്ങിയ ആളെന്ന നിലയിൽ ഉറപ്പായിട്ടും വിദ്യാഭ്യാസ വകുപ്പിനെ കൊട്ടാൻ ഒരവസരം കിട്ടുമെന്താ മൂപ്പര് അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരാൾ സൂക്ഷ്മം എന്ത് ചെയ്യണം, ഈ വകുപ്പൊക്കെ നോക്കണം. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറ്റാരോപിക്കപ്പെട്ട ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ എഡ്യൂപോർട്ടിൻ്റെ ഫൗണ്ടർ എന്നുള്ള നിലയിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതും നിർണായകവുമായിട്ടുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്, തെളിവ് സഹിതം. അതായത് എങ്ങനെയാണ് ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചോദ്യപേപ്പറുകൾ ചോർത്തുക എന്നുള്ള സത്യം ഞാൻ എന്ത് ചെയ്യാണ്, വെളിപ്പെടുത്താൻ പോവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ആകാംക്ഷാഭരിതരായിട്ടിരിക്കുക എന്ന് മാത്രമല്ല, കുട്ടികളോട് പറയാനുള്ളത്, ഇത് മെയിനായിട്ട് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ, നിങ്ങളിത് ചെയ്യേണ്ട വളരെ വളരെ റിസ്ക് ആണ്. പക്ഷേ ട്യൂഷൻ സെൻറ്റർ അധ്യാപകർക്കും സ്കൂളിലെ ടീച്ചേഴ്സിനാണ് മെയിൻലി ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. അപ്പം ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓണപ്പരീക്ഷയുടെ കേസാണ്. ഓണപ്പരീക്ഷയുടെ ഡേറ്റ് വന്നാൽ നമ്മളൊന്ന് ജാഗരൂകരാകണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിൻറ്റ് ചെയ്തെത്തുന്ന സമയമാണ്. അപ്പം സെപ്റ്റംബർ 4 രണ്ടാമത്തെ പരീക്ഷയായിരുന്നു മാത്സിൻ്റെ കേസ്. മാത്സിൽ എന്താ സംഭവിച്ചത് ഞാൻ പറയാം. അതിനു മുമ്പ് എന്ത് ചെയ്യാം, ഒരു കാര്യം ഞാൻ ചെയ്യാം. എനിക്കൊന്ന് ഈ വർഷത്തെ വാർത്ത ആദ്യമായിട്ട് വിവാദമായത്, ഞാൻ മാത്സ് പരീക്ഷയുടെ തലേന്ന് 7 മിനിറ്റിൽ 50 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോഴാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. അതിലൊരു ചെറിയ പാർട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റൈറ്റ്, ഫൈൻ. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4-ാം തീയതി ആയിരുന്നു തോന്നുന്നു എക്സാം. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 1 ആയപ്പോൾ ഞാനൊന്ന് ജാഗരൂകനായി. എന്നിട്ട് ഞാൻ ചെയ്ത് മറ്റാരും കാണാതെ, ഒരു തെളിവും അവശേഷിപ്പിക്കാതെ, SSLCയുടെ ഫൈനൽ എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ഓണപ്പരീക്ഷയുടെയും കഴിഞ്ഞ 3 കൊല്ലം ചോദിച്ച ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓണപ്പരീക്ഷയാണ് നമ്മൾ ചോർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്ത് നോക്കേണ്ട, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചോർത്താൻ തുടങ്ങണം. ചോർത്തുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മാസാണ്, ഒരു പഞ്ചാണ്. ഇനി ഇൻ കേസ് പാളിപ്പോയാലും കുട്ടിയൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ പറയുന്നത് ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് സാറേ, ഫസ്റ്റ് മാത്രമേ പാളിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 99% ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങോട്ട് കാച്ചുക. ഒന്നാമത്തെ പാഠത്തു നിന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. എന്ന് മാത്രമല്ല, അത് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഏതാ നോക്കുക. ഞാൻ നോക്കിയപ്പം ഈ ചോദ്യമായിരുന്നു. 2023 ഫൈനലിൽ ചോദിച്ചിട്ടുണ്ട്, 2022 ഫൈനലിൽ ചോദിച്ചിട്ടുണ്ട്, 2020 ഓണത്തിൽ ചെറിയൊരു ട്വിസ്റ്റോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ശ്രേണി തന്നിട്ട് അതിൻ്റെ പൊതു വ്യത്യാസം ചോദിക്കാറുണ്ട്. അതങ്ങോട്ട് പറയാം. കോൺഫിഡൻസ് ഇത്രയേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയാലും കുട്ടിയൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല, പാളിയാലും പ്രശ്നം ഉണ്ടാവില്ല എന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുണ്ട്. അതായത് SSLC 2025 നടക്കുന്ന SSLC ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലോ. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യാണ്, പ്രഡിക്റ്റ് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ പാഠമായ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിൽ നിന്നായിരിക്കും. അത് പൊതുവ്യത്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും എന്നുള്ളത്. അത് അത്രേ എളുപ്പമുള്ളൂ. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട, പഞ്ച് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന 100%, 99 അല്ല കേട്ടോ, 100% വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ആദ്യം ചെയ്ത് വെച്ചേ, ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൃത്തങ്ങൾ എന്നുള്ള പാഠത്തിൽ 2 ചോദ്യം ഇവിടെ എത്തുള്ളൂ. നിങ്ങൾ വൃത്തങ്ങൾ എന്നുള്ള ചോദ്യപേപ്പർ ഏത് പടച്ചവൻ ഇട്ട് കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഈ 2 ചോദ്യങ്ങൾ അതിലുണ്ടാവും. ഒന്ന് ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ട് സെയിം ഏരിയ ഉള്ള സ്ക്വയർ സമചതുരം വരക്കാനും, അതേപോലെ തന്നെ എന്താ പറയുക, പരിവൃത്തം സർക്കിൾ വരക്കാനുള്ള ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യപേപ്പർ എടുത്താലും നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ നിങ്ങളിപ്പം കെമിസ്ട്രിയോ അല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്റ്റിൻ്റെ ടീച്ചറാണെങ്കിൽ, നിങ്ങൾ മാത്സിൻ്റെ ആളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് സംഭവം ശരിയാണെന്നുള്ളത്. ഓക്കെ, അതാണ് അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഓണപ്പരീക്ഷയ്ക്ക് ഈ അഡ്വാൻറ്റേജ് ഉള്ള കേട്ടോ. അതായത് മാത്സിൻ്റെ കേസിൽ 80 മാർക്കിനാണ് പരീക്ഷ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ അടക്കം 108 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഇത് ശരിക്കും 11 ചാപ്റ്ററുകളിൽ നിന്നായിട്ടാണ് ചോദിക്കുക ഫൈനൽ എക്സാമിന്.
പക്ഷെ ഓണപ്പരീക്ഷയ്ക്ക് എന്താ 4 ചാപ്റ്റർ എന്നാണ് ചോദിക്കുക. ഓക്കെ, ഈ 108 മാർക്കിന് തന്നെ ചോദ്യം അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ ഏകദേശം ആദ്യത്തെ 2 ചാപ്റ്റർ ഒന്നും കൂടെ ഒരു 35 + 35 ഒരു 70 മാർക്കും, അവസാനത്തെ 2 ചാപ്റ്റർ ഒന്ന് ഏകദേശം എന്താണ് 50 ആണല്ല 40 മാർക്കും കൂടെ എന്ത് ചെയ്യും 110 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പമാണ്. അതായത് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കാൻ അവിടെ നിന്നൊക്കെ ഷുവറായിട്ടും കുറിച്ച് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ചില ചോദ്യങ്ങളാണ് ഇത്. 4ാമത്തെ പാഠം ഏതാ ഈ ചോദ്യം കേട്ടോ, ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് 4ാമത്തെ പാഠം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നാണ്. ഞാൻ ഈ ചോദ്യമാണ് ചോദിച്ചത് പ്രഡിക്റ്റ് ചെയ്തത്. പക്ഷെ പാളുമെന്ന് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണ് ചോദിച്ചെങ്കിൽ മക്കളെ ഇത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് 6ഓ അല്ലെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറോ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറൊക്കെ വരാം. അന്നേരം എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലെന്നൊക്കെ ഞാൻ ചുമ്മാ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറാന്ന് തോന്നുന്നു വന്നത്. ഓക്കെ, പിന്നെ ഈ ചോദ്യം ഇല്ലാത്ത ഒരൊറ്റ അരിത്തമെറ്റിക് സീക്വൻസും ഇല്ല, ഒരൊറ്റ ഓണപ്പരീക്ഷ ഇല്ല. അത് അതേപോലെ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ 108ൻ്റെ പകുതി 50 മാർക്കൊക്കെ ഏത് ടീച്ചേഴ്സിനും പറ്റുന്നു. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് പരിചയമുള്ള SSLC മാത്സ് ടീച്ചറോട് ചോദിച്ചു നോക്ക്. എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞ 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉറപ്പ് വരുമെന്ന് പ്രതീക്ഷയില്ല, ഉറപ്പായിരുന്നില്ല അവർക്ക് ചോദിച്ചു നോക്ക്. അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഓണപ്പരീക്ഷയ്ക്ക് പ്രഡിക്ഷൻ വളരെ വളരെ എളുപ്പമാണ്. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതെന്താണ്, ക്രിസ്മസ് എക്സാം ആകുമ്പോൾ ഈ 10 ചോദ്യത്തിൽ നിന്ന് 8 വരുന്നതിന് സാധ്യത കുറവാണ്. ചിലപ്പോൾ അത് 13 14 ചോദ്യത്തിൽ നിന്ന് 8 വരും. ഫൈനൽ എക്സാം ആകുമ്പോൾ ഒരു 20-25 ചോദ്യം പഠിക്കുമ്പോൾ അതിൽ 8 വരുന്നില്ല. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യല്ല, ഞങ്ങൾ ചോദ്യ പേപ്പർ ചോർത്ത് അല്ല, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മക്കളോടാണ്. മക്കളെ, ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ട് അല്ലേ, അതായത് എന്തിനപ്പം ആദ്യമേ പഠിക്കുന്നത്, പരീക്ഷയുടെ തലേന്ന് എജ്യൂപോർട്ടിന് ലൈവ് വന്ന് അതന്നെയല്ലേ പിറ്റേന്ന് ചോദ്യം വരുന്നത്. ഫിസിക്സിന് ഇതുവരെ 2 മാർക്ക് കിട്ടി, എനിക്ക് ഇക്കൊരു ഫുൾ മാർക്ക് ഉണ്ടാവും സാറേ, ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സാറ് നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങളിൽ ഞാൻ വന്നിട്ട്. അപ്പം അത് എന്തായത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറരുത്. അതായത് ഓണപ്പരീക്ഷയ്ക്ക് ഞങ്ങൾ പറഞ്ഞു തന്നെ വന്നു, പക്ഷെ അതൊരു 50% അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് പ്രവചനമാണ്, വരാതിരിക്കാം. വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ടീച്ചർമാർ കുറച്ച് ചീത്ത പറയും, വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കും. ക്രിസ്മസ് എക്സാം വന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ടീച്ചേഴ്സിന് ചീത്ത കേൾക്കേ ഉള്ളൂ. മോഡൽ എക്സാം അങ്ങനെ തന്നെ. പക്ഷേ ഫൈനൽ എക്സാമിന് വന്നിട്ടില്ലെങ്കിൽ എത്ര A+ ഉണ്ടായിരുന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ സാറേ എനിക്ക് IT മാത്രമല്ല, എന്താണെന്ന് എനിക്ക് പറ്റിയെന്ന് പറയുമ്പോൾ എജ്യൂപോർട്ടിൻ്റെ പ്രഡിക്ഷൻ വർക്ക് ചെയ്തില്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആവരുത്. കാരണം ചിലപ്പോൾ പ്രഡിക്ഷൻ വർക്ക് ചെയ്യൂല. ഫൈനൽ എക്സാം എന്ന് പറയുന്നത്, SSLC ഫൈനൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ്. നിങ്ങളുടെ പാരൻസ് ആദ്യമായിട്ട് നിങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതിന് കുറുക്കു വഴി നിങ്ങൾ തേടരുത്. പ്രത്യേകിച്ച് ഫുൾ A+ കിട്ടാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഈ പ്രഡിക്ഷൻ വിചാരിച്ച് തീരെ എഫേർട്ട് എടുക്കാതെ പണിയെടുക്കാതെ അവസാനം പ്രഡിക്ഷൻ പാളിയിട്ട് മാർക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, എങ്ങനെ ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ പൂർണ്ണമായും പഠിക്കുക. എന്നിട്ട് പരീക്ഷയുടെ തലേന്നുള്ള ഞങ്ങളെ ലൈവുകൾ കാണുക. ഉറപ്പായിട്ടും അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അതും പിന്നെ നിങ്ങൾ പഠിച്ചും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് കാച്ചുക. ഫുൾ A+ കുറവൊന്നും നിങ്ങൾ വാങ്ങരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മാത്രം ഒന്നുമില്ല എന്ത് SSLC പഠിക്കാൻ, നന്നായിട്ട് പഠിക്കാം. ഇനി രണ്ടാമത്, ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ട്യൂഷൻ സെൻ്ററിലുള്ള ആൾക്കാരോടും അതേപോലെ തന്നെ സ്കൂൾ അധ്യാപകരും എല്ലാവരും അല്ല കേട്ടോ, വളരെ കുറച്ച് ആൾക്കാർ, ആർക്കൊക്കെയാണോ ഞങ്ങൾ ചോർത്തി എന്നുള്ളത് തെളിയിക്കേണ്ടത്, ഉറപ്പിക്കേണ്ടത്, അല്ലെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, അവരോട് പറയാനുള്ളത് വെച്ചാൽ ശരിക്കും ഇത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല. 4 5 അല്ലെ മാക്സിമം 10 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ അടുത്ത ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ ട്യൂഷൻ സെൻ്ററിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്കൂളിലെ ടീച്ചേഴ്സിനോട് സ്കൂളിലെ മക്കൾക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, അവരവിടെ തന്നെ നിൽക്കും. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യാനൊന്നും താല്പര്യമില്ല, എല്ലാ വർഷവും ഞാൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ച് പോകാണെന്നാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായിട്ട് എന്താ, കുട്ടികൾ പറയും അടുത്ത ഫീസ് ഞാൻ അടക്കുന്നില്ല സാറേ, ഞാൻ എജ്യൂപോർട്ടിൻ്റെ ട്യൂഷനിൽ ചേർന്നോളാം, അവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട്. സ്കൂളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ പരസ്പരം പറയും ഈ ടീച്ചർ പറയുന്നൊന്നും പരീക്ഷയ്ക്ക് വരുന്നില്ല, എജ്യൂപോർട്ട് അല്ലെ ബാക്കി ഓൺലൈൻ സ്ഥാപനങ്ങൾ വരുന്നതെന്നുള്ള അവർ പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളും ഇതേപോലെ തന്നെ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ 100% പറയാണ്, കേരളത്തിലെ ഏത് പരീക്ഷയാണെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം, ഞങ്ങളെ ചോർത്തിയതല്ല, ചോർത്തേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 4 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് റിസ്ക്കാണ് പരീക്ഷ പേപ്പർ ചോർത്തുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടാണ് ഉണ്ടാവുമെന്ന് കരുതുന്നു. ആരെയും ഹേർട്ട് ചെയ്യാനൊന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല, ഇതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാം. ബൈ.